സ്വന്തം മരണം പ്ലാൻ ചെയ്ത് മറ്റൊരാളെ കൊന്ന് കാറിനുള്ളിലിട്ട് കത്തിച്ച് 8 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുകയുമായി കടന്നുകളയാൻ നോക്കിയ ഒരു ബുദ്ധിമാനായ കുറ്റവാളി. കേരള പോലീസിനെ 40 വർഷത്തോളമായി വട്ടം കറക്കുന്ന, ഇന്നുമൊരു നിഗൂഢതയായി തുടരുന്ന സുകുമാരക്കുറുപ്പിന്റെ ആ കറുത്ത രാത്രിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ത്? 1980കളുടെ തുടക്കം. അബുദാബിയിലെ ചുട്ടുപൊള്ളുന്ന വെയിലിലും സുകുമാരക്കുറുപ്പിന്റെ മനസ്സ് മഞ്ഞുപോലെ തണുത്തതും ഉറച്ചതുമായിരുന്നു. ഗൾഫിലെ ഒരു പ്രമുഖ മറൈൻ കമ്പനിയിൽ എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുമ്പോഴും അയാൾക്ക് ചുറ്റുമുള്ള ആഡംബരങ്ങൾ പോരാതെ വന്നു. മാസം തോറും കൃത്യമായി കിട്ടുന്ന ശമ്പളം അയാളുടെ വലിയ സ്വപ്നങ്ങൾക്ക് മുന്നിൽ വെറും തുച്ഛമായി തോന്നി. ഒരു വൈകുന്നേരം തന്റെ എയർ കണ്ടീഷൻ ചെയ്ത മുറിയിലിരുന്ന് സിഗരറ്റ് പുകച്ചു വിടുമ്പോൾ അയാളുടെ കണ്ണ് മേശപ്പുറത്തിരുന്ന ആ ഇൻഷുറൻസ് പോളിസിയിൽ ഉടക്കി. 8 ലക്ഷം രൂപ. ആ കാലഘട്ടത്തിൽ അതൊരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ആവശ്യമായ തുകയായിരുന്നു. ഞാൻ മരിച്ചാൽ ഈ തുക മുഴുവൻ എൻ്റെ കുടുംബത്തിന് ലഭിക്കും, അയാൾ പതുക്കെ മന്ത്രിച്ചു. ആ ചിന്തയിൽ നിന്നാണ് ക്രൂരമായ ആ പദ്ധതിയുടെ ആദ്യ കിരണങ്ങൾ അയാളുടെ തലയിൽ ഉദിച്ചത്. പക്ഷേ അയാൾക്ക് മരിക്കണ്ടായിരുന്നു. മരിച്ചതായി ലോകത്തെ വിശ്വസിപ്പിക്കണമായിരുന്നു. അയാൾ ഓരോ നീക്കങ്ങളും ഒരു ഗണിതശാസ്ത്രജ്ഞന്റെ കൃത്യതയോടെ കണക്കുകൂട്ടി. താൻ മരിച്ചുവെന്ന് ഇൻഷുറൻസ് കമ്പനിയെയും പോലീസിനെയും വിശ്വസിപ്പിക്കണമെങ്കിൽ തൻ്റെ തന്നെ ഒരു മൃതദേഹം അവിടെ ഉണ്ടായേ തീരൂ. വസ്ത്രം കൊണ്ടോ ആഭരണങ്ങൾ കൊണ്ടോ മാത്രം കാര്യമില്ല. ശാരീരികമായ സാദൃശ്യമുള്ള ഒരു ബോഡി ഡബിൾ അയാൾക്ക് ആവശ്യമായിരുന്നു. തൻ്റെ പ്ലാൻ നടപ്പിലാക്കാൻ വിശ്വസ്തരായ ആളുകളെ അയാൾ കണ്ടെത്തി. നാട്ടിലുള്ള അളിയൻ ഭാസ്കരപിള്ളയ്ക്കും ഡ്രൈവർ പൊന്നപ്പനും അയാൾ കത്തുകൾ അയച്ചു. വെറുമൊരു മോഷണമോ തട്ടിപ്പോ അല്ല, മറിച്ച് ഒരു മനുഷ്യനെ ഇല്ലാതാക്കി മറ്റൊരു ജീവിതം കെട്ടിപ്പടുക്കുന്ന ഒരു പകിടകളിയാണ് താൻ തുടങ്ങാൻ പോകുന്നതെന്ന് അയാൾ അവരെ ബോധ്യപ്പെടുത്തി. അബുദാബിയിൽ നിന്ന് നാട്ടിലേക്ക് പുറപ്പെടുമ്പോൾ കുറുപ്പിന്റെ ബാഗിൽ പുതിയ വസ്ത്രങ്ങളും ആഡംബര വസ്തുക്കളും മാത്രമായിരുന്നില്ല, മറിച്ച് ലോകത്തെ മുഴുവൻ വിഡ്ഢികളാക്കാൻ പോകുന്ന ഒരു കുറ്റവാളിയുടെ മാസ്റ്റർ പ്ലാൻ കൂടിയുണ്ടായിരുന്നു. താൻ ഇനി തിരിച്ചു വരുമ്പോൾ സുകുമാരക്കുറുപ്പായിരിക്കില്ല, മറിച്ച് അജ്ഞാതനായ ഒരു കോടീശ്വരനായിരിക്കും എന്നയാൾ ഉറപ്പിച്ചു. 1984 ജാനുവരി 21 കേരളം ഒരു സാധാരണ രാത്രിയുടെ ശാന്തതയിലേക്ക് മടങ്ങുകയായിരുന്നു. എന്നാൽ ആ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് കുറുപ്പിന്റെ വെളുത്ത അംബാസഡർ കാർ റോഡുകളിലൂടെ വട്ടം ചുറ്റിക്കൊണ്ടിരുന്നു. ഉള്ളിൽ കുറുപ്പും അളിയൻ ഭാസ്കരപിള്ളയും ഡ്രൈവർ പൊന്നപ്പനും സുഹൃത്ത് ഭാസ്കരനും. അവരുടെ കണ്ണുകൾ റോഡരികിലെ ഓരോ നിഴലിലും തങ്ങളുടെ ഇരയെ തിരയുകയായിരുന്നു. അവർ ആദ്യം ലക്ഷ്യമിട്ടത് മോർച്ചറികളായിരുന്നു. ആശുപത്രികളിൽ നിന്ന് ആരുമില്ലാത്ത മൃതദേഹങ്ങൾ പണം നൽകി സ്വന്തമാക്കാമെന്നായിരുന്നു കുറുപ്പിന്റെ കണക്കുകൂട്ടൽ. പക്ഷേ അന്ന് അതിന് സാധിച്ചില്ല. സമയം അർദ്ധരാത്രിയോടടുക്കുന്നു. കുറുപ്പിന്റെ ഉള്ളിലെ വെപ്രാളം വർദ്ധിച്ചു. ഇന്ന് രാത്രി ഇത് നടന്നേ തീരൂ, അയാൾ പല്ലിറുമിക്കൊണ്ട് പറഞ്ഞു. മൃതദേഹം കിട്ടിയില്ലെങ്കിൽ ഒന്നിനെ സൃഷ്ടിക്കണം. അതായിരുന്നു ആ സംഘത്തിന്റെ അടുത്ത തീരുമാനം. ഹരിപ്പാട് ജംഗ്ഷനിലെ ശ്രീകുമാർ തിയേറ്ററിൽ അന്ന് സെക്കൻഡ് ഷോ കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞു തുടങ്ങിയിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നൊരു യുവാവ് റോഡരികിലേക്ക് നടന്നു വന്നു. NJ ചാക്കോ, ആലപ്പുഴയിലെ ഒരു ഫിലിം റെപ്രസെന്റേറ്റീവ്. അന്നത്തെ ജോലി കഴിഞ്ഞ് തന്റെ ഗർഭിണിയായ ഭാര്യയുടെ അടുത്തേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുകയായിരുന്നു അയാൾ. ദൂരെ നിന്ന് വരികയായിരുന്ന അംബാസഡർ കാർ ചാക്കോയുടെ അടുത്തെത്തിയപ്പോൾ വേഗത കുറച്ചു. കുറുപ്പ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ചാക്കോയുടെ ഉയരം, അയാളുടെ ശാരീരിക പ്രകൃതി, ഇരുട്ടിലും കുറുപ്പിന്റെ കണ്ണുകൾ തിളങ്ങി. താൻ തിരഞ്ഞു നടന്ന ബോഡി ഡബിൾ തന്റെ മുന്നിൽ നിൽക്കുന്നു. ആലപ്പുഴയ്ക്കല്ലേ, കയറിക്കോളൂ, ഞങ്ങൾ അങ്ങോട്ടാണ്. മുൻസീറ്റിലിരുന്ന കുറുപ്പ് വളരെ മാന്യമായി ചോദിച്ചു. അപരിചിതരുടെ വണ്ടിയിൽ കയറാൻ ചാക്കോ ആദ്യം മടിച്ചെങ്കിലും ആ രാത്രിയിൽ ബസ് കിട്ടില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അയാൾ പിൻസീറ്റിൽ കയറി. തന്റെ മരണത്തിലേക്കുള്ള യാത്രയാണെന്ന് ആ പാവം അറിഞ്ഞില്ല. വണ്ടി കരുവാറ്റ എന്ന സ്ഥലം പിന്നിട്ടു. സൗഹൃദം നടിച്ച് കുറുപ്പ് ഒരു കുപ്പി പുറത്തെടുത്തു. നല്ല വിദേശ മദ്യമാണ്, കുറച്ചു കഴിക്കൂ. കുറുപ്പിന്റെ നിർബന്ധത്തിന് വഴങ്ങി ചാക്കോ അത് വാങ്ങി കുടിച്ചു. അതിൽ ബോധം കെടുത്താനുള്ള വീര്യം കൂടിയ വിഷം കുറുപ്പ് നേരത്തെ കലർത്തിയിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ ചാക്കോയുടെ തല പെരുത്തു. അയാൾ സീറ്റിലേക്ക് മറിഞ്ഞു. കാർ ആളൊഴിഞ്ഞ ഒരു തോട്ടത്തിനടുത്ത് നിർത്തി. ബോധരഹിതനായ ചാക്കോയെ ഭാസ്കരപിള്ള പുറത്തേക്ക് വലിച്ചിട്ടു. കുറുപ്പിന്റെ നിർദ്ദേശപ്രകാരം അവർ ആ ക്രൂര കൃത്യം ചെയ്തു. ചാക്കോയുടെ കഴുത്തിൽ ഒരു തോർത്ത് മുറുക്കി അവർ അയാളുടെ ശ്വാസം എടുത്തു. ചാക്കോയുടെ ശരീരം തണുത്തുറഞ്ഞു തുടങ്ങിയപ്പോൾ കുറുപ്പ് ആ മൃതദേഹത്തെ സൂക്ഷിച്ചു നോക്കി. ഇനി വേണ്ടത് ഈ ശരീരത്തെ സുകുമാരക്കുറുപ്പ് ആക്കി മാറ്റുകയാണ്.
ചാക്കോയുടെ ശരീരം ചലനമറ്റു വീണപ്പോൾ കുറുപ്പിന്റെ സംഘത്തിന് ഭയമല്ല, മറിച്ച് പദ്ധതി വിജയിക്കുന്നതിന്റെ ആവേശമായിരുന്നു. അവർ ആ മൃതദേഹത്തെ കാറിന്റെ പിൻസീറ്റിലേക്ക് മാറ്റി. രാത്രിയുടെ നിശബ്ദതയിൽ ആ കാർ കുറുപ്പിന്റെ മാവേലിക്കരയിലുള്ള ഭാര്യ വീടിനടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിലേക്ക് ചീറിപ്പാഞ്ഞു. അവിടെ വെച്ചാണ് കുറുപ്പിന്റെ ബുദ്ധിയിലെ ഏറ്റവും നികൃഷ്ടമായ ട്രാൻസ്ഫോർമേഷൻ നടന്നത്. കുറുപ്പ് അന്ന് പകൽ മുഴുവൻ നാട്ടുകാരുടെ മുന്നിൽ ധരിച്ചിരുന്ന തന്റെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചു. ശേഷം ചാക്കോയുടെ ദേഹത്തുണ്ടായിരുന്ന വസ്ത്രങ്ങൾ മാറ്റി തന്റെ ഷർട്ടും മുണ്ടും ആ മൃതദേഹത്തെ ധരിപ്പിച്ചു. താൻ മരിച്ചുവെന്ന് ഇൻഷുറൻസ് കമ്പനിയെ വിശ്വസിപ്പിക്കാൻ ശരീരത്തിൽ തിരിച്ചറിയൽ അടയാളങ്ങൾ വേണമായിരുന്നു. കുറുപ്പ് തന്റെ വില കൂടിയ മോതിരം ഊരി ചാക്കോയുടെ വിരലിലിട്ടു. തന്റെ വാച്ച് ആ തണുത്ത കൈത്തണ്ടയിൽ കെട്ടി. കുറുപ്പിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ചില പേപ്പറുകളും ലൈറ്ററും ചാക്കോയുടെ പോക്കറ്റിലേക്ക് മാറ്റി. മൃതദേഹം കത്തിയാലും മുഖം കണ്ടായാൽ അത് കുറുപ്പല്ലെന്ന് ആരെങ്കിലും തിരിച്ചറിഞ്ഞാലോ? അതൊഴിവാക്കാൻ അവർ ക്രൂരമായൊരു വഴി കണ്ടെത്തി. ചാക്കോയുടെ തലയിലെ മുടി കുറുപ്പിൻ്റേതിന് സമാനമായ രീതിയിൽ അവർ പാതി കരിച്ചു കളഞ്ഞു. മുഖത്തും കൈകാലുകളിലും പൊള്ളലേറ്റ അടയാളങ്ങൾ അവർ കൃത്രിമമായി സൃഷ്ടിച്ചു. മരണക്കളത്തിലേക്ക് എല്ലാം തയ്യാറായപ്പോൾ അവർ മൃതദേഹം കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറ്റിയിരുത്തി. ചാക്കോയുടെ ഒരു കൈ ഡ്രൈവിംഗിലും മറ്റേ കൈ ഗിയറിലും വെച്ച് അയാൾ കാർ ഓടിക്കുന്നതിനിടയിൽ അപകടം നടന്നതാണെന്ന് തോന്നിപ്പിക്കാൻ ശ്രമിച്ചു. സമയം പുലർച്ചെ 3 മണി കഴിഞ്ഞു. മാവേലിക്കര ചെങ്ങന്നൂർ റോഡിലെ കുന്നം എന്ന വിജനമായ പാടശേഖരത്തിനടുത്ത് അവർ കാർ നിർത്തി. ഡ്രൈവർ പൊന്നപ്പൻ കാറിനുള്ളിലും പുറത്തും പെട്രോൾ ഒഴിച്ചു. കുറുപ്പ് ദൂരെ മാറി നിന്ന് തന്റെ സിഗരറ്റ് ലൈറ്റർ എടുത്തു. ഒരൊറ്റ തീക്കൊള്ളി. നിമിഷങ്ങൾക്കുള്ളിൽ ആ വെളുത്ത അംബാസഡർ കാർ ആകാശത്തേക്ക് ഉയരുന്ന അഗ്നിജ്വാലയായി മാറി. ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ടുയർന്ന ആ കനലുകൾക്കിടയിൽ ചാക്കോ എന്ന യുവാവിന്റെ ശരീരം കത്തിയമർന്നു. ആ തീയുടെ വെളിച്ചത്തിൽ കുറുപ്പ് തന്റെ പുതിയ ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ കണ്ടു. ലോകത്തിന്റെ കണ്ണിൽ സുകുമാരക്കുറുപ്പ് അന്ന് അവിടെ കത്തിയമർന്നു. പകരം പുതിയൊരു മനുഷ്യനായി താൻ ഉദിക്കുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. 1984 ജനുവരി 22 പുലർച്ചെ കുന്നം പാടശേഖരത്തിനരികിലൂടെ നടന്നുപോയ ചില വഴിയാത്രക്കാരാണ് ആ കാഴ്ച ആദ്യം കണ്ടത്. കത്തിയമർന്ന നിലയിൽ ഒരു കാർ, അതിനുള്ളിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഒരു മനുഷ്യന്റെ അസ്ഥികൂടം. നാട് നടുങ്ങി. പോലീസ് സ്ഥലത്തെത്തി. കാറിന്റെ നമ്പർ പരിശോധിച്ചപ്പോൾ ഉടമ സുകുമാരക്കുറുപ്പാണെന്ന് തെളിഞ്ഞു. കുറുപ്പിന്റെ വീട്ടുകാർ കരച്ചിലും നിലവിളിയും തുടങ്ങി. എല്ലാവരും കരുതി ഗൾഫിൽ നിന്നെത്തിയ ആ യുവാവ് ദുരന്തത്തിൽ മരിച്ചുവെന്ന്. പക്ഷേ സംഭവസ്ഥലത്തെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ഹരിദാസിന് ചില സംശയങ്ങൾ തോന്നി. ഒരു കാറിന് തീപിടിച്ചു മരിക്കാൻ പോകുന്ന ഒരാൾ സ്വാഭാവികമായും കാറിന് പുറത്തേക്ക് ചാടാനോ സ്വയം രക്ഷപ്പെടാനോ ശ്രമിക്കും. എന്നാൽ ഇവിടെ ഡ്രൈവർ ഒരു മാറ്റവുമില്ലാതെ ശാന്തനായി സീറ്റിലിരുന്നാണ് കരിഞ്ഞത്. ഇത് ഹരിദാസിന്റെ ഉള്ളിൽ ഒരു അപായമണി മുഴക്കി. കാറിന് സമീപത്ത് നിന്ന് ഒരു സിഗരറ്റ് ലൈറ്ററും പെട്രോൾ ഒഴിക്കാൻ ഉപയോഗിച്ചെന്ന് തോന്നിപ്പിക്കുന്ന വസ്തുക്കളും ലഭിച്ചു. ഒരു അപകടമാണെങ്കിൽ ഇങ്ങനെയുള്ള തെളിവുകൾ അവിടെ കാണാൻ പാടില്ലായിരുന്നു. തന്റെ അളിയൻ കരിഞ്ഞു ഭരിച്ച വാർത്ത കേട്ടിട്ടും ഭാസ്കരപിള്ളയിൽ വലിയ സങ്കടമൊന്നും കണ്ടില്ല. മാത്രമല്ല, പോലീസിന്റെ ചോദ്യങ്ങൾക്ക് അയാൾ കൃത്യമായ മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. ഡോക്ടർമാരുടെ പരിശോധനയിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു. മരിച്ച ആളിന്റെ വയറ്റിൽ മദ്യത്തോടൊപ്പം വിഷാംശവും കണ്ടെത്തി. ഏറ്റവും പ്രധാനം, അയാളുടെ ശ്വാസകോശത്തിൽ കരിയുടെ അംശമുണ്ടായിരുന്നില്ല. ജീവനോടെ കത്തുന്ന ഒരാൾ പുക ശ്വസിക്കും, എന്നാൽ മരിച്ചതിന് ശേഷം കത്തിച്ചാൽ പുക ഉള്ളിൽ ചെല്ലില്ല. ഈ മെഡിക്കൽ റിപ്പോർട്ട് സുകുമാരക്കുറുപ്പിന്റെ മാസ്റ്റർ പ്ലാനിന്റെ നെഞ്ചിലേറ്റ ആദ്യത്തെ പ്രഹരമായിരുന്നു. അന്വേഷണം കുറുപ്പിന്റെ വീട്ടിലേക്ക് നീങ്ങിയതോടെ ഭാസ്കരപിള്ളയും പൊന്നപ്പനും പതറി. അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ഹരിദാസിനും സംഘത്തിനും ഭാസ്കരപിള്ളയെ ആദ്യമേ സംശയമുണ്ടായിരുന്നു. കുറുപ്പ് മരിച്ചുവെന്ന വാർത്ത കേട്ടിട്ടും അയാൾ കാണിച്ച അസ്വാഭാവികമായ മരവിപ്പും പരിഭ്രമവും പോലീസിനെ ചിന്തിപ്പിച്ചു. ഒരു ദിവസം ചോദ്യം ചെയ്യലിനിടയിൽ ഹരിദാസ് ഒരു കാര്യം ശ്രദ്ധിച്ചു. കഠിനമായ ചൂടുള്ള സമയമായിട്ടും ഭാസ്കരപിള്ള എപ്പോഴും ഫുൾ സ്ലീവ് അഥവാ കൈ നീളമുള്ള ഷർട്ടുകൾ മാത്രമേ ധരിച്ചിരുന്നുള്ളൂ. ഷർട്ടിന്റെ കൈകൾ അയാൾ ഒരിക്കൽ പോലും മുകളിലേക്ക് തെറുത്തുവച്ചിരുന്നില്ല. ഒരു സാധാരണക്കാരന് ആ സാഹചര്യത്തിൽ തോന്നാത്ത ഈ വേഷവിധാനം പോലീസിൽ സംശയം ജനിപ്പിച്ചു.
ഹരിദാസ് പെട്ടെന്ന് അയാളോട് ഷർട്ടിന്റെ കൈകൾ മുകളിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടു. ആദ്യം മടിച്ചെങ്കിലും പോലീസിന്റെ നിർബന്ധത്തിനു മുന്നിൽ അയാൾക്ക് വഴങ്ങേണ്ടി വന്നു. ഷർട്ടിന്റെ കൈകൾ തെറുത്തുമാറ്റിയപ്പോൾ കണ്ട കാഴ്ച പോലീസിനെ ഞെട്ടിച്ചു. ഭാസ്കരപിള്ളയുടെ കയ്യിൽ മാരകമായി പൊള്ളലേറ്റ പാടുകളുണ്ടായിരുന്നു. കാറിന് തീയിടുന്ന സമയത്ത് ആളിപ്പടർന്ന അഗ്നിജ്വാലയിൽ നിന്ന് അബദ്ധത്തിലേറ്റ പൊള്ളലായിരുന്നു അത്. ആ പൊള്ളൽ മറച്ചുപിടിക്കാനാണ് അയാൾ എപ്പോഴും ഫുൾ സ്ലീവ് ഷർട്ട് ധരിച്ചിരുന്നത്. ആ ഒരൊറ്റ തെളിവ് മതിയായിരുന്നു പോലീസിന്. അതോടെ ഭാസ്കരപിള്ളയുടെ പ്രതിരോധം തകർന്നു. അയാൾ എല്ലാം ഏറ്റുപറഞ്ഞു. കുറുപ്പിന്റെ ആ വലിയ ചതിയുടെ കോട്ട തകർന്നത് ഭാസ്കരപിള്ളയുടെ കയ്യിലെ ആ ചെറിയ പൊള്ളലിൽ നിന്നായിരുന്നു. പ്രതികളുടെ മൊഴി പുറത്തു വന്നതോടെ കേരളം ഇളകിമറിഞ്ഞു. മരിച്ചത് കുറുപ്പല്ല, മറിച്ച് നിരപരാധിയായ ചാക്കോ എന്ന യുവാവാണെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. പോലീസ് പ്രതികളെയും കൊണ്ട് തെളിവെടുപ്പ് നടത്തുമ്പോൾ നാട്ടുകാരുടെ രോഷം അണപൊട്ടി. എന്നാൽ ഈ സമയമത്രയും മാസ്റ്റർ മൈൻഡായ സുകുമാരക്കുറുപ്പ് ഇവിടെയായിരുന്നു. പദ്ധതി പാളിയെന്ന് മനസ്സിലാക്കിയ കുറുപ്പ് ഒട്ടും സമയം കളഞ്ഞില്ല. പോലീസ് തന്റെ വീട്ടിലെത്തുന്നതിന് തൊട്ടുമുമ്പ് അയാൾ തന്റെ താവളം മാറ്റി. സുഹൃത്തുക്കളുടെയും ചില ബന്ധുക്കളുടെയും സഹായത്തോടെ അയാൾ കേരളത്തിന്റെ അതിർത്തി കടന്നു. താൻ ചെയ്ത പാപം പുറം ലോകം അറിഞ്ഞുവെന്ന് ബോധ്യപ്പെട്ടതോടെ അയാൾക്ക് മുന്നിൽ ഒരേയൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഒരിക്കലും പിടിക്കപ്പെടരുത്. കേരള പോലീസ് തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അന്വേഷണ സംഘത്തെയാണ് കുറുപ്പിനായി നിയോഗിച്ചത്. മുംബൈ, ഡൽഹി, ചെന്നൈ തുടങ്ങി ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളിലെല്ലാം ലുക്കൌട്ട് നോട്ടീസുകൾ പതിപ്പിച്ചു. കുറുപ്പിന്റെ പക്കൽ ധാരാളം പണമുണ്ടായിരുന്നു. അതുപയോഗിച്ച് അയാൾ ഓരോ നഗരത്തിലും വേഷം മാറി താമസിച്ചു. അന്വേഷണ സംഘത്തിന് പലപ്പോഴും കുറുപ്പിനെക്കുറിച്ച് രഹസ്യ വിവരങ്ങൾ ലഭിച്ചു. ഒരിക്കൽ മുംബൈയിലെ ഒരു ഹോട്ടലിൽ കുറുപ്പുണ്ടെന്നറിഞ്ഞ് പോലീസ് പാഞ്ഞെത്തി. പക്ഷേ പോലീസ് മുറിയിൽ കയറുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് അയാൾ പിൻവാതിലിലൂടെ രക്ഷപ്പെട്ടിരുന്നു. അയാൾ ഉപയോഗിച്ച വിദേശ സിഗരറ്റിന്റെ മണം അപ്പോഴും ആ മുറിയിൽ ബാക്കിയുണ്ടായിരുന്നു. മറ്റൊരിക്കൽ ഭൂട്ടാൻ അതിർത്തിയിൽ വെച്ച് അയാളെ കണ്ടതായി വിവരം ലഭിച്ചു. അവിടെയും പോലീസ് എത്തിയപ്പോഴേക്കും അയാൾ അദൃശ്യനായി. കുറുപ്പ് തന്റെ മുഖം പ്ലാസ്റ്റിക് സർജറിയിലൂടെ മാറ്റിയെന്ന് അക്കാലത്ത് ശക്തമായ കിംവദന്തികൾ പരന്നു. അതുകൊണ്ടാണ് ഇത്രയധികം തിരഞ്ഞിട്ടും ആ മുഖം ആർക്കും തിരിച്ചറിയാൻ കഴിയാത്തതെന്ന് പലരും വിശ്വസിച്ചു. മറ്റു ചിലർ അയാൾ ആത്മഹത്യ ചെയ്തിരിക്കാമെന്ന് കരുതി. എന്നാൽ കുറുപ്പിനെ അറിയാവുന്നവർ പറഞ്ഞു, അയാൾ അത്ര പെട്ടെന്ന് തോറ്റുകൊടുക്കുന്നവനല്ല. വർഷങ്ങൾ ദശാബ്ദങ്ങൾക്ക് വഴിമാറി. സുകുമാരക്കുറുപ്പ് എന്ന പേര് കേരളത്തിന്റെ ക്രിമിനൽ ചരിത്രത്തിലെ ഒരു നിഗൂഢതയായി മാറി. പിടിക്കപ്പെട്ട സഹായികൾ ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങി. ചാക്കോയുടെ കുടുംബം നീതിക്കായി വർഷങ്ങളോളം പോരാടി. ഇടയ്ക്കിടെ കുറുപ്പിനെ ഇവിടെ കണ്ടു, അവിടെ കണ്ടു എന്ന വാർത്തകൾ വരാറുണ്ടെങ്കിലും പോലീസ് ചെന്ന് നോക്കുമ്പോൾ അവിടെ വെറും ശൂന്യത മാത്രം. സുകുമാരക്കുറുപ്പ് ഇന്ന് എവിടെയുണ്ടാകാം? അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് ഏകദേശം 70-80 വയസ്സ് പ്രായമുണ്ടാകും. ഒരുപക്ഷെ അയാൾ ഏതെങ്കിലും വിദേശ നഗരത്തിൽ പുതിയൊരു പേരിൽ സമാധാനമായി ജീവിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ആരും അറിയാതെ മൺമറഞ്ഞു പോയിട്ടുണ്ടാകാം. ഒരു കാര്യം ഉറപ്പാണ്, കേരള പോലീസിന്റെ ഡയറിയിൽ സുകുമാരക്കുറുപ്പ് എന്ന ഫയൽ ഇന്നും അടച്ചിട്ടില്ല. അത് ഇപ്പോഴും തുറന്നു തന്നെ ഇരിക്കുന്നു. ഒരുപക്ഷെ എന്നെങ്കിലും ആ നിഴൽ രൂപം വെളിച്ചത്തിലേക്ക് വരുമെന്ന പ്രതീക്ഷയിൽ. കേരള പോലീസിനെ പതിറ്റാണ്ടുകളോളം വട്ടം കറക്കിയ സുകുമാരക്കുറുപ്പിന്റെ ഈ നിഗൂഢമായ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ത്രില്ലിംഗ് ആയ കുറ്റാന്വേഷണ കഥകളും ഇൻവെസ്റ്റിഗേഷൻ വീഡിയോകളും തുടർച്ചയായി ലഭിക്കാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തുക. സുകുമാരക്കുറുപ്പ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.